ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ് പുഡിങ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കിയതൊന്ന് അടിപൊളിയായിന്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇളനീർ പുഡിങ്ങൊക്കെ കഴിക്കുന്ന അതേ ഫ്ലേവറിൽ കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ചെറിയ കപ്പയുടെ ആവശ്യമുള്ളൂ. ചെറിയൊരു പീസ് കപ്പ എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് പാല്, ചൈന ഗ്രാസ് കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പയുടെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. പിഴിഞ്ഞ് കളഞ്ഞാലേ നന്നായിട്ട് പുഡിങ്ങിൻ്റെ ഒരു ലെവലിൽ കിട്ടും, ഇല്ലെങ്കിൽ ലൂസിലാണ് പുഡിങ് ഉണ്ടാവുക. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾ വെള്ളം കളയേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ ഈ വെള്ളമില്ല, അത് നമുക്ക് വേസ്റ്റ് ആക്കിയിട്ട് കളയാം. പിന്നെ നമുക്ക് പാല് ചൂടാക്കാം. പാലിന് ആവശ്യമായ പഞ്ചസാര ഇടാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നവർക്ക് മിൽക്ക് മെയ്ഡും ചേർക്കാം. ഇത് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇതിന് കപ്പ ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ചെയ്യണം. ഞാൻ കപ്പയിൽ ഇച്ചിരി ഏലക്കായ് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഏലക്കായ് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. പാല് നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പുറം ചൈന ഗ്രാസും നന്നായിട്ട് മെൽട്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കപ്പ പാലിലേക്ക് മിക്സാക്കാം. ചൈന ഗ്രാസ് നന്നായിട്ട് അവിടെ നിന്ന് നല്ലോണം ഇനിയും മെൽട്ടാവാനുണ്ട്, കുറച്ചുകൂടി മെൽട്ടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് കപ്പ മിക്സാക്കാം. ചൈന ഗ്രാസ് നല്ല തിളക്കുന്ന സമയം, പാല് നന്നായിട്ട് തിളക്കുന്ന സമയം രണ്ടും ഒന്നിച്ച് മിക്സ് ആക്കണം, അല്ലെങ്കിൽ പെരുക്കാൻ ചാൻസ് ഉണ്ട് പാല്. അതുകൊണ്ട് രണ്ടും ഒന്നിച്ച് തന്നെ മിക്സ് ആക്കണം. അത് ചൈന ഗ്രാസ് മിക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അത് വിട്ടുപോയതാണ്. നമുക്കപ്പോൾ കുറച്ച് പാല് തണുത്തതിന് ശേഷം നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടുന്ന ഡെക്കറേഷൻസ് ഇതിനോട് ചെയ്ത് കൊടുക്കാം. അല്പം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ബൈ.